ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നിൽ RSS അല്ല എന്ന് പറയുന്നവരുണ്ട്, RSS ആണെന്നും പറയുന്നവരുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. ഇപ്പൊ ബാബറി മസ്ജിദ് അല്ലാതെ അത് വിവാദ മന്ദിരമാണ്. അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം പൊളിച്ചു പണിതാണത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇപ്പൊ എന്ത് സംഭവം നടക്കുമ്പോഴും അത് RSSന്റെ പേരിൽ ചാർത്തി കൊടുക്കുന്നവരുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ചാഞ്ഞ മരത്തിലേക്ക് ഓടിക്കയറുക. മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പരിപാടി ഉണ്ടാവില്ലല്ലോ. അല്ല, വേണ്ടെന്നേ. ഇത് അതിനകത്ത് സംഘത്തിന് വിശ്വാസം ഇല്ലെങ്കിലും സംഘം ഇപ്പൊ ഞാൻ വേറെ ഒന്ന് പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവ ക്രിസ്ത്യാനിക്ക് എവിടെ മെമ്പർഷിപ്പ് ഉള്ളത് ഉണ്ടോ? മുസ്ലിമിന് എവിടെ മെമ്പർഷിപ്പ് ഉള്ളത് ഉണ്ടോ? ഹിന്ദുക്കൾക്ക് എവിടെ മെമ്പർഷിപ്പ് ഉള്ളത് ഉണ്ടോ? ആർക്കും ഇല്ലല്ലോ. മെമ്പർഷിപ്പ് എന്നുള്ളത് നിർബന്ധ സാധനമല്ല. യാതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്, അത് ഭരിക്കുന്നവർക്കാണ്, പാർലമെന്ററി വ്യാമോഹമുള്ളവർക്കാണ്. അവര് മെമ്പർഷിപ്പ് എടുത്തോട്ടെ. ഈ പറയുന്നത് പാർലമെന്ററി വ്യാമോഹം ഇല്ലപ്പ. ഞങ്ങൾ മത്സരിക്കുന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ളവർ ചെയ്തോ, ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആർക്കും മെമ്പർഷിപ്പ് ഇല്ല. ക്രൈസ്തവ മതത്തിനോ ഇസ്ലാമിക മതത്തിനോ ഹൈന്ദവ മതത്തിനോ മെമ്പർഷിപ്പ് ഉണ്ടോ? അത് വെറുതെ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരൊക്കെ ഒന്നും പറയണ്ട. ഇതിന് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ഇവർ എന്നോടൊന്നും പറയട്ടെ. ആദ്യം അതിന് മെമ്പർഷിപ്പില്ല, RSSനും ഇല്ല. അത് മാത്രമേ ഉള്ളൂ.